രാജ്യാന്തര തലത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് ശ്രീ ജോളി ജോസഫ്. അദ്ദേഹം വളരെ പരിചിതനാണ് ABC പ്രേക്ഷകർക്ക്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ് വളരെയധികം വൈറലായി. എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ആശങ്കാകുലരായിട്ട് നാട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പോസ്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, സാർ തന്നെ അത് പറയാമല്ലോ, എന്തൊക്കെയാണ് സംഭവിച്ചത്? അത് വളരെ സിമ്പിളാണ്. എൻ്റെ മകളും മരുമകനും ദുബായിലുണ്ടായിരുന്നു. അവർ 1-ാം തീയതി തിരിച്ചു വരേണ്ടതായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടി, ഇറ്റ്സ് ഗോട്ട് ക്യാൻസൽ. റീസൺ എല്ലാവർക്കും അറിയാം, യുദ്ധം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെ ഒരു വിമാനങ്ങളുമില്ല. ഏകദേശം 8 രാജ്യങ്ങളുടെ വിമാനങ്ങളെല്ലാം വണ്ടിയെല്ലാം താഴെ ഇറങ്ങി പാർക്കിംഗ് തുടങ്ങി. ആൻഡ് വി ഡോണ്ട് നോ എന്നത്തേക്കാണ് ഇനി വേറൊരു ടിക്കറ്റ് കിട്ടുക, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃത്യത, നമ്മൾ പലപ്പോഴും സംസാരിച്ച ഈ വേദിയിൽ തന്നെ സംസാരിച്ച വിഷയത്തിലൊന്നാണല്ലോ ഈ ഒമാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇറാനായിട്ടും ഇസ്രായേലായിട്ടും അമേരിക്കയായിട്ടും. അപ്പോൾ എൻ്റെ തലയിൽ കയറിയ ഒരു സാധനം, ഒമാൻ എന്നും ഇറാൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. വേറെ എവിടെയൊക്കെ മിസൈൽ ഇട്ടാലും ബോംബിട്ടാലും ഇറാൻ ഒരിക്കലും ഒമാൻ്റെ മേലിടില്ല. എൻ്റെ കണക്കൂട്ടിൽ മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ കുട്ടികളെ ഒരു വണ്ടിയിൽ മസ്കറ്റിൽ എത്തിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഒരു വിമാനം എടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ മസ്കറ്റ് എയർപോർട്ടിൽ നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ഇറ്റ്സ് ഓപ്പറേഷണൽ. അപ്പോൾ അത്ര സമാധാനമായി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഒമാൻ എയർ ഉണ്ട്, ബാക്കി എല്ലാ എയറുകളും ക്യാൻസൽ കാണിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഇൻഡിഗോ ക്യാൻസൽ, എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ, അങ്ങനെ സ്പൈസ് ജെറ്റ്, അങ്ങനെ എല്ലാം ക്യാൻസലാണ് എക്സെപ്റ്റ് ഒമാൻ എയർ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു നല്ല ചാൻസാണ്. കാരണം അതിൻ്റെ ഒരു ടെറൈൻ നോക്കിയാൽ തന്നെ മസ്കറ്റ് ടു ഇന്ത്യ വന്ന് തിരിച്ചു പോവാം. അത് ഒരിക്കലും ഒരു ആകാശത്തേക്ക് വരുന്നില്ല. ബാക്കിയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷനിൽ ഷുഡ് വർക്ക് വെൽ. അങ്ങനെ പിന്നെ എങ്ങനെ അവിടെ എത്തും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അവിടെ വണ്ടിയില്ല. വേണമെങ്കിൽ എൻ്റെ കുട്ടികൾക്ക്, ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട് അവിടെ, എൻ്റെ കുട്ടികൾക്ക് അവിടെ താമസിച്ചാൽ മതിയായിരുന്നു. റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഹൗ ലോങ് ദേ സ്റ്റേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എപ്പോൾ തീരും യുദ്ധമാണ്, നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞു 24 hours ഇപ്പോൾ തീരും, 48 ഇന്ന് 6ാം ദിവസമാണെന്ന് ഓർത്താണ്. അപ്പോൾ ഒരു വണ്ടി ഏർപ്പാട് ചെയ്യണം. ടാക്സിക്കാർ പലരോടും ഞങ്ങൾ അപ്രോച്ച് ചെയ്തു, ടാക്സി കമ്പനികളെ അപ്രോച്ച് ചെയ്തു. നോ ഡ്രൈവേഴ്സ് വാണ്ട് ടു ടേക്ക്. അങ്ങനെ തെരഞ്ഞു പിടിച്ച ഒരാൾ കിട്ടി. അദ്ദേഹം റെഡിയായി. ഒരു 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 നിശ്ചിത എമൗണ്ടിലേക്ക് കുറച്ച് കൂടുതൽ കാശ് വെച്ചു. അതൊന്നും അധികമൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ എഗ്രി ടു ടേക്ക്. ഞാൻ പറഞ്ഞു ഈ പിള്ളേരോട് രാത്രി പോകരുത്. ഞാൻ പണ്ട് പോയിട്ടുണ്ട് ഈ റോട്ടിൽ കൂടെ, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല റോഡിൽ കൂടെ, ബിക്കോസ് ഇറ്റ്സ് സോ ഈസി ടു ഫ്ലൈ. ഒരു 6 മണിക്ക് രാവിലെ അവർ പുറപ്പെട്ടു. നമുക്ക് ബോർഡറിൽ എമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഒമാൻ വിസ ഇല്ലാണ്ട് നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അൺലെസ് അതർവൈസ് നിങ്ങൾക്ക് USA വിസ, UK വിസ, അല്ലെങ്കിൽ ജപ്പാൻ, ഇങ്ങനെയുള്ള കാനഡ, അങ്ങനെ രാജ്യങ്ങളുടെ മറ്റേ റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ലോങ് ടൈം വിസ ഉള്ളവർക്ക് ആവും. ഭാഗ്യത്തിന് ഇവർക്ക് ഈ B1 B2 അമേരിക്കൻ 10 years വിസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ. അവിടെ ചെന്നാൽ ഓൺ അറൈവൽ കിട്ടണം. ബട്ട് ഈ എമിഗ്രേഷൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊന്ന് ബാർഗെയിൻ ചെയ്യും. ഇത് പറ്റില്ല, എവിടേക്ക് പോകുന്നൊക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾ ബോൾഡായിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്താൽ മതി, ഇറ്റ്സ് ഓൺ അറൈവൽ. ഫൈനലി ദി അഗ്രീഡ്. 5-6 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതടക്കി മരുഭൂമിക്കിടയൊക്കെ അവർ പോകുമ്പോൾ നമുക്ക് ഫോൺ അങ്ങ് കട്ടാവും, റേഞ്ച് ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. നമുക്ക് ഒന്നും ചെയ്യാനില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, നത്തിങ്. അപ്പോൾ 6 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് 7:30 മണിയായി. ഇനി അവിടെ എത്താൻ ഒരു 4-5 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് പറയാം. പക്ഷെ ചില സമയത്ത് നോ കമ്മ്യൂണിക്കേഷൻ. എന്താ സംഭവിക്കണേന്നുള്ളത് അത് അനുഭവിച്ചാലേ അറിയാം. അങ്ങനെ അവർ ഭാഗ്യവശാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് മസ്കറ്റിൽ എയർപോർട്ടിൽ വന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റിൽ അന്ന് കിട്ടിയ വണ്ടി കോഴിക്കോട്ടേക്കാണ്. ഞാൻ കോഴിക്കോട്ടേക്കല്ല, ജബൽപൂർക്കാണെങ്കിൽ ഞാൻ കയറ്റി വിടുകയാണ്. ഇന്ത്യയിലോട്ട് വന്നാൽ മതി എന്നുള്ളായിരുന്നു. അത് അത്ര എക്സ്പെൻസീവ് അഫെയർ അല്ലായിരുന്നു. അത് ഈ ഇതിൻ്റെ ടാക്സിയുടെ ഫെയറും അവർ അവിടെ എത്തിയ ഈ എയർ ടിക്കറ്റ് എല്ലാം ചേർത്ത് നിസ്സാര പ്രൈസ്. നിസ്സാരമല്ല, കമ്പയർ ടു ടുഡേ ഇറ്റ്സ് വെരി വെരി നോമിനൽ പ്രൈസ്. അപ്പോൾ അവർ വന്നു, സന്തോഷം. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു, ഉരുകി എന്നുള്ളത് സത്യമാണ്. അപ്പോഴാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചത്, എത്രയോ വീടുകളിലെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലേ? അവരുടെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്, ജോലി തേടിപ്പോയ ആൾക്കാർ അവിടെയുണ്ട്, അവരുടെ കുടുംബങ്ങൾ അവിടെയുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, അപ്പൻ അമ്മയൊക്കെ ഉണ്ടാവും, ടൂറ് പോയ ആൾക്കാരുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ യു നെയിം ഇറ്റ്. ദുബായ് അല്ലെങ്കിൽ UAE സപ്പോസ് ടു ബി ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ് ഇന്നേ വരെ നമ്മൾ കരുതിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്.
പക്ഷേ പെട്ടുപോയാൽ എന്തു ചെയ്യും? അപ്പോഴാണ് നമുക്ക് മലയാളം ചാനലുകൾ ഉൾപ്പെടെ നമ്മളെ ഭയപ്പെടുത്തുന്ന മെസ്സേജുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതെ, ആ ബോംബ് ഇവിടെ വീഴുന്നു, ഈ ബോംബ് ഇവിടെ വീഴുന്നു, നമ്മുടെ അടുക്കളയിൽ വീണു, പിന്നെ ഹോട്ടലിൻ്റെ മേലെ വീണു, അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എന്താ പറയുന്ന മൊബൈൽ എടുത്തിട്ട് എല്ലാവരും പത്രലേഖകരും പറയും, എല്ലാവരും വീഡിയോ അയക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് റബിഷ്. അങ്ങനെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. അതിനകത്ത് എന്താ പറ്റുന്നത്, ഈ മിസൈലൊക്കെ അയക്കുമ്പോൾ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അതിന്റെ ചെറിയ അതും അവർ വിചാരിക്കുന്നത് അത് മിസൈലാണ്. മിസൈലാണ്. അപ്പോൾ ഇതൊക്കെ ഭയപ്പെടുത്തുക എല്ലാവരും ചെയ്യുന്നത്. ആ ഭയത്തിൽ ഞങ്ങൾ പെട്ടുപോയി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ എൻ്റെ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ അന്ന് രാത്രി ആലോചിച്ചിട്ടാണ് ഞാനൊരു പോസ്റ്റ് ചെയ്തത്. നോക്കൂ, ഇങ്ങനെയൊക്കെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ വിസ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാം. മിടുക്കന്മാരായ ട്രാവൽ ഏജൻസിമാർക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നേരെ അവിടെ പോയാൽ ഒമാൻ എയറിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടില്ല, ചീപ്പറാണ്, എസ്കേപ്പ്, ഇതാണ് എഴുതിയത്. അതന്നെ വെൻ വൈറൽ. കുറേ പത്രമാധ്യമങ്ങൾ എടുത്തിട്ടു, ഓൺലൈൻ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു. നല്ല കാര്യം, ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അത് ഒരു പക്ഷേ ഒമാനിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ യു എയിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസം മുമ്പെങ്കിലും എഴുതിയെങ്കിൽ അത്രയും ആൾക്കാരെങ്കിലും കൂടെ വന്നേനെ എന്ന് മാത്രമുള്ളായിരുന്നു. പക്ഷേ ഇറ്റ്സ് റീച്ച്. ഒരുപാട് പേര് എന്നെ വിളിച്ചു. അത്രയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കുട്ടികൾ വന്നു, സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വീണ്ടും അവലോകനം ചെയ്ത് നോക്കി, എന്താണ് ഇപ്പം നടക്കുന്നതെന്നറിയാം. പെത്തറ്റിക്കാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ, അപ്പോൾ ഞാൻ ഈ പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ കുറേ നോട്ടിഫിക്കേഷൻ പലരും അയച്ചു തരും. അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ കുറേ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ കിംചി ട്രാവൽസ് എന്നോ എന്താണ് ഒമാൻ എന്നാണ് പറഞ്ഞിട്ട്, ദേ ആർ അറേഞ്ചിങ് ട്രാൻസ്പോർട്ട് ഫ്രീ, വിസ ഫ്രീ, ഓൾ ഇന്ത്യൻസ് ആൻഡ് വീൽ ഓർഗനൈസ് എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ടെലിഫോൺ നമ്പറുകളും 3 പേരുടെ പേര്, ഇമെയിൽ, 24/7 സർവീസ്. അതിലെന്തോ അപാകതയുണ്ട്. കാരണം ഒമാൻ നിയമം മാറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഇന്ത്യ ഗവൺമെൻറ്റായിട്ട് അവർ സംസാരിച്ചാൽ നോക്കൂ, ഇങ്ങനത്തെ വരുന്ന ഒരു എയർ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് പാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസാരം നമ്മൾ കേട്ടിട്ടുമില്ല. ദെൻ ഐ കോൾ ദം. ഒരു 7:30-8 മണി ഇന്ത്യൻ ടൈമിൽ അവർ വിളിച്ചു. 24/7 സർവീസുള്ള കമ്പനിയാണ്. റിങ് ചെയ്യേണ്ട ആരും എടുത്തില്ല. 3 നമ്പറിൽ 4 പേരെ വിളിച്ചു, ഇന്നത്തെ ഇമെയിൽ അയച്ചു, നോ റിപ്ലൈ. ഒരു 11-12 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, നോക്കൂ, ഇത് ഞങ്ങളുടെ പോസ്റ്റല്ല, വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, അവർ സർവീസ് ആൺ അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് ഓൺലി. സോ ആരോ അത് മറിച്ച് അവർക്ക് കച്ചവടം ഉണ്ടാക്കാൻ നോക്കുന്നു അല്ലേ? കൊടുത്തത് ഒരു സ്ത്രീയുടെ പേരിലാണ്, വിജയലക്ഷ്മി എന്നെന്തോ ഒരു പേര്. അവർ പറഞ്ഞു വീടുണ്ടോ, പക്ഷേ അവരുടെ പോസ്റ്റ്. അപ്പം ഞാൻ അത് ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, തട്ടിപ്പുകൾ അതിൻ്റെ ഇടയ്ക്കല്ലേ, തട്ടിപ്പുകൾ. ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എയർലൈനിൻ്റെ ടിക്കറ്റുകൾ നോക്കി. സുനി, യു വോണ്ട് ഇവൻ ബിലീവ്, ഇന്നലത്തേക്ക് ടിക്കറ്റുകൾ ഏകദേശം 47,000 50,000 റുപ്പീസാണ് ഒമാൻ എയർ ഉൾപ്പെടെ. 10,000 വരെ ഉണ്ടാകാമായിരുന്ന ടിക്കറ്റുകൾ 50,000 രൂപ കൊടുത്തിട്ട് ഒമാൻ വരെ എത്തണം, ജീവൻ പണയം വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നാട്ടിലേക്ക് വണ്ടി കയറാമെന്ന് പറഞ്ഞാൽ അതിനെ ചൂഷണം ചെയ്യാൻ ആൾക്കാർ. അവിടേക്ക് എത്തിക്കാൻ ഒരു ടാക്സിക്ക് 4 പേര് പോകാൻ അവർ ബാർഗെയിൻ ചെയ്തിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് വഴിയിട്ട് പിന്നെ ഐ മാനേജ് ചീപ്പർ, മച്ച് ചീപ്പർ. 1,00,000 രൂപ ഈക്വലൻ്റ് ഇന്ത്യൻ മണിയുടെ ഈക്വലൻ്റ് ദിർഹം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്പനികളുണ്ട് അവിടെ. അത് ഉടുതുണി മാത്രം എടുത്തുകൊണ്ട് ഓടുക അത് വന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കുന്നതിൻ്റെ അപ്പുറമാണ് നമ്മൾ ഒരാളുടെ അവശതയിൽ, അവരുടെ ഏറ്റവും എന്താണ് കഷ്ടത മോശം സമയത്ത് അതിലും മുതലെടുക്കാൻ നടക്കുന്ന കാവാലികന്മാരല്ല ഇവരെല്ലാം. അതിലും നല്ലതാണ് ഭീകരന്മാർ. അറ്റ്ലീസ്റ്റ് ദേ ഡിക്ലെയർഡ് ദെംസെൽഫ്, ദേ ക്യാരി ദ വെപ്പൺ. ഇതങ്ങനെയല്ലല്ലോ. ഇത് അതിലും ഭീകരതയോടെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് മലയാളികൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭയാനകമാണത്. അപമാനമാണ് നമുക്കെല്ലാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒമാൻ എയർ ഇപ്പോൾ ഫ്രീ വണ്ടി ഇട്ടിട്ടുണ്ട്, ഷാർജയിൽ നിന്ന് പോകുന്നുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് അതർ ഓർഗനൈസേഷൻസ്, കുറച്ച് നല്ല സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഫ്രീ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റാസൽ ഖൈമയിൽ ഫുജൈറയിൽ നിന്നൊക്കെ സ്പൈസ് ജെറ്റ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കേട്ടു അഗൈൻ. ഈ ടാക്സി ആണെങ്കിലായിക്കോട്ടെ, ഈ ആട് കൊടുക്കുന്നവരായിക്കോട്ടെ, ഇതിനകത്തൊക്കെ മലയാളികൾക്കും പങ്കാളിത്തം ഉണ്ടാവില്ലേ ഈ തട്ടിപ്പിൽ? മലയാളികളാണല്ലോ വിളിച്ച് കയറ്റുന്നത്, നമ്മളതിൻ്റെ ഉസ്താദുക്കളാണല്ലോ. അപ്പോൾ പക്ഷേ സീരിയസ് ആയിട്ട് പലരും സഹായിക്കാൻ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ വയ്യ, ഇവരെ സഹായിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് അവർ പറയും ഇല്ല എത്ര രൂപ കൊടുത്താലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ. ഈവൻ ദർ ആർ ലോട്ട് ഓഫ് വീഡിയോ യു ക്യാൻ സി. ചാർട്ടേഡ് ഫ്ലൈറ്റ്സുകളുണ്ട്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ടു ബോംബെ, ടു ലക്നൗ, ടു ഡൽഹി, എല്ലാവർക്കും പോകുന്നുണ്ട്. ദ കോസ്റ്റ് ഒരു മനുഷ്യന് നമുക്ക് ഊഹിക്കാൻ വേണ്ടി എൻ്റെ അപ്പുറത്ത് വിലയിലാണ്. ഒരു സീറ്റിൻ്റെ വില 25 lakh to 30 lakh ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൊണ്ടുപോകണം.
നമ്മൾ അതിനെ കയറി പോന്നാലും വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് നോട്ട് ഷെഡ്യൂൾ ഫ്ലൈറ്റ്സ്, മനസ്സിലായോ? ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു പോസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പൊളിറ്റിക്സ് അപ്പാർട്ട് ദേ സ്റ്റേ വിത്ത് യു, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. അപ്പോൾ അവരെയും കൂടി എല്ലാവരും കൂടി ഒരുമിച്ചാൽ, സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റൊക്കെ ഒരുമിച്ചാൽ കുറച്ചുകൂടി ഈസിയാവും. ഇപ്പോഴും നമുക്ക് ഒമാനിലേക്ക് ആൾക്കാർ പോവാം. മേ ബി സംബടി, എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ നൂലാമാലകൾ എന്താണ്. ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ വാർത്തയിൽ കാണുന്ന വിമാന സർവീസുകൾ നിർത്തിവെച്ചു. അപ്പോൾ കേരളത്തിലുള്ള മലയാളികൾ അടക്കമുള്ളവരുടെ കുടുംബങ്ങളുള്ളവർ വലിയ ആശങ്കയിലല്ലേ? പിന്നെ അവർ പ്രാർത്ഥിക്കേ വഴിയുള്ളൂ, വേറെ ഒരു നിർവാഹമില്ല. ഭയപ്പെടുക, പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ ഒരു നിർവാഹമില്ല. പിന്നെ നമ്മൾ മൊബൈലിൽ ചാനലിൽ നമ്മളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം. സ്വാതന്ത്ര്യപ്പെടുത്താൻ ആരുമില്ല എന്നുള്ളതാണ്. ഞാൻ 2-3 നല്ല വീഡിയോകൾ ഇന്നലെ കണ്ടത്. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് മാളിൽ കാപ്പി പിടിക്കാതിരിക്കുന്നു. ദേ ആർ വിത്ത് ദ പീപ്പിൾ. ബഹ്റൈൻ ഐ തിങ്ക് രാജകുമാരൻ എന്നാണ് കിരീടാവകാശി അല്ലേ, അദ്ദേഹം ഒരു മാളിക്കട നടന്ന് മാർക്കറ്റിൽ കൂടെ നടന്നു പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അവർക്ക് കോമൺ അവരുണ്ട്, അവർ പറയുന്നുണ്ട് വി ആർ ക്വൈറ്റ് കേപ്പബിൾ ടു ഇന്റർസെപ്റ്റ് എവറിത്തിങ് അല്ലേ. പിന്നെ നമുക്കാണ് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മുടെ കുറച്ച് മാധ്യമങ്ങൾ അങ്ങനെ ഒരു സാധനത്തെ പർവ്വതീകരിച്ചാണ്. ഇത് ഭയങ്കര സംഭവമാണ്, അവിടെ ഭയങ്കര പൊട്ടിത്തെറിയാണ്. സത്യത്തിൽ അത്രയും പ്രശ്നമില്ല എന്ന് അവിടുത്തെ ഭരണാധികാരികളൊക്കെ തന്നെ വിവരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ഇവിടെ സൃഷ്ടിക്കുന്നത്? സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. മേ ബി അവരൊരു പത്രത്തിന് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ചാനൽ റേറ്റിംഗ് കൂട്ടാനൊക്കെയാണോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശുദ്ധ അസംബന്ധം എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിടെ മകളോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ഭാര്യയോ ഭർത്താവോ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ഭയപ്പെടുത്തില്ല ആരെ. നിങ്ങൾ സത്യസന്ധമായിട്ട് ഉള്ള റിപ്പോർട്ടിംഗ് കൊടുക്കൂ, അത് ഒഫീഷ്യൽ ചാനലിൽ കൂടെ കൊടുക്കൂ, നോ പ്രോബ്ലം. ബട്ട് ഇത് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദിസ് നോട്ട് ഡൺ. ഇത് ഇപ്പോൾ ഞാൻ കേൾക്കുന്നതെന്നു വെച്ചാൽ വിമാനങ്ങൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നാളെ. ചിലപ്പോൾ തുറക്കുന്നു എന്ന് പറയുന്നു, ചിലപ്പോൾ അടയ്ക്കുന്നു എന്ന് പറയുന്നു. അവർക്കും ഒരു നിശ്ചയമില്ല. അവരെ മുടത്തുള്ള അവരുടെ കമ്പനിയും വിമാനവും ആൾക്കാരെ എല്ലാം രക്ഷിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. ഇവിടെ നിന്നുകൊണ്ട് കൂവി വിളിച്ചുകൊണ്ട് എന്താ വണ്ടി വിടാത്ത, എന്താ പോകാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻസ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പ്രകീഷ് എന്നാണ്, അദ്ദേഹം ഡൽഹിയിലിരിക്കുന്നുണ്ട്. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ വിളിയാറുണ്ട്, എൻ്റെ വിമാനത്തിൽ കയറിയിരുന്ന ആൾക്കാരെ പോലും ഇറക്കേണ്ട വന്നു, ഷാർജയിൽ നിന്ന് ഇറങ്ങേണ്ടത്. എൻ്റെ 5 വിമാനങ്ങൾ അവിടെ കിടപ്പുണ്ട്. എനിക്ക് 70-75 ക്രൂ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 12 തിരിച്ചു. ഞാൻ പറഞ്ഞ ഇതൊക്കെ നടക്കുമ്പോഴും സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുതരം ഊളപ്പട്ടികൾ എന്ന് ഞാൻ പറയുള്ളൂ. ഭയപ്പെടുത്തുക മനുഷ്യരെ, നിസ്സഹായതയെ മുതലെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ മുതലെടുക്കാന്ന് പറഞ്ഞാൽ ഈ പണമൊക്കെ ഇവർ എവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്? നിങ്ങളുടെ അവശ്യ സമയത്ത്, മോശ സമയത്ത് ഇങ്ങനെ വരിച്ചു വാരിയിട്ട് നിങ്ങൾ ഈ പണം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ തലയിൽ ആ മിസൈലിൻ്റെ ഒരു സാധനം, ഒരു ചീള് വന്ന് ഇതിൽ കൂടെ കയറി ഇപ്പുറത്തെ പോയാൽ നിങ്ങളെ തീർന്നോ പണത്തിൻ്റെ കുതി അല്ലേ? ഇപ്പോഴും നടക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ദൈവത്തോർത്ത് അതറിയാവുന്ന സന്നദ്ധ സംഘടനകളോ രാഷ്ട്രീയ പ്രവർത്തികളോ ഇപ്പോൾ സത്യസന്ധമായിട്ട് ഇവിടെയൊക്കെയാണ് നമ്മുടെ പിള്ളേർ, നമ്മുടെ DFI അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇവരൊക്കെ ചാടി ഇറങ്ങും. നമ്മളൊക്കെ കാണാം ഒരു അത്യാവശ്യം ഒന്നൊക്കെ ചാടും. ഞാൻ വീണ്ടും പറയുന്നു, പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, ഒരു ആവശ്യം വന്നാൽ അവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അവരൊക്കെ ഒന്ന് കൂട്ടായ്മയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താം, ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, നാട്ടിലുള്ള ഒരുപാട് പേർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ ജോളി ജോസഫ് പറഞ്ഞത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം മകളെ കൊണ്ടുവന്ന കഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളിക്കും സാന്ത്വനമേകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയും അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ അവസരമുണ്ട്. പക്ഷേ അതിനെ മുതലെടുക്കുന്ന ചില ആൾക്കാരുമുണ്ട്. ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, എന്തിനും അവിടുത്തെ ഭരണാധികാരി ഉൾപ്പെടെ. അതുകൊണ്ട് മലയാളികളൊന്നും പേടിക്കേണ്ട, യാതൊരു കുഴപ്പമില്ലാതെ എല്ലാവരും സേഫായിട്ടിരിക്കും. എത്രയും വേഗം അവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. That's all. Thank you. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.